നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിയമവേദിയിലെ ആദ്യ പരാതി വായിക്കാം. ഇലഞ്ഞിയിൽ നിന്നും ലില്ലി കെ ആണ് പരാതിക്കാരി. എന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എന്റെ അമ്മ 60 വർഷമായി നാലുകെട്ട് എന്ന സ്ഥലത്ത് സ്ഥിര താമസക്കാരിയാണ്. 24 വർഷമായി വിധവയും സംസാരശേഷിക്ക് അല്പം ബുദ്ധിമുട്ടും 4 വർഷമായി ക്യാൻസർ രോഗിയുമാണ്. 24 വർഷമായി തനിച്ചു താമസിക്കുന്ന അമ്മയ്ക്ക് സഹായമായി ഞാനും കുറച്ചു നാട്ടുകാരും മാത്രമാണുള്ളത്. അമ്മയ്ക്ക് ഒരു സർവേ നമ്പറിൽ 14 സെന്റ് ഭൂമി നിലവിലുണ്ട്. 10 വർഷത്തിനിടയിൽ ഓരോ വർഷവും കൊരട്ടി പഞ്ചായത്ത് അധികാരികളുടെ അനുവാദത്തോടെ സ്ഥലം അളക്കുകയും അപേക്ഷകൾ നൽകിയിട്ടുള്ളതുമാണ്. അതിന് മറുപടിയായി അധികാരികൾ പറയുന്നത് ഈ സ്ഥലം കന്നുകാലി മേച്ചിൽപ്പുറം എന്നാണ് എന്നും ഈ സ്ഥലത്തിന് പട്ടയം അനുവദിക്കാൻ കഴിയില്ല എന്നുമാണ്. അമ്മയുടെ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങൾക്കെല്ലാം തന്നെ പട്ടയം ലഭിച്ചിട്ടുള്ളതാണ്. ഞാൻ താമസിക്കുന്ന വീടും കെട്ടുറപ്പില്ലാത്തതാണ്. തനിയെ താമസിക്കുന്ന എന്റെ അമ്മയ്ക്ക് വീട് വെക്കുന്നതിന് ഭൂമിക്ക് പട്ടയം ആവശ്യമാണ്. ഏതെങ്കിലും ചികിത്സയ്ക്ക് വേണ്ടി ഈ ഭൂമി പണയം വെച്ച് തുക കണ്ടെത്താനാണെങ്കിൽ തന്നെ പട്ടയമുള്ള ഭൂമിക്ക് ധനസഹായം ലഭിക്കുകയുമുള്ളൂ. ആയതിനാൽ പട്ടയം ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആരെയാണ് സമീപിക്കേണ്ടത്? പട്ടയം ലഭിക്കുന്നതിന് എന്ത് ചെയ്യണം എന്ന ഈ പരാതിക്ക് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ രമേശ് കടുവനപ്പറമ്പിൽ. കത്തിൽ പരാമർശിച്ചിരിക്കുന്ന ഭൂമി റവന്യൂ രേഖകളിൽ കന്നുകാലി മേച്ചിൽപ്പുറം ആയതിനാൽ സാധാരണഗതിയിൽ ഇത്തരം ഭൂമിക്ക് റവന്യൂ ഓഫീസർക്കുള്ള നേരിട്ടുള്ള അപേക്ഷയുമേ പട്ടയം നൽകാൻ അധികാരമില്ല. അത് റവന്യൂ വകുപ്പിലേക്ക് ഡീവസ്റ്റ് ചെയ്ത് കിട്ടിയാൽ മാത്രമേ പട്ടയ നടപടികൾ തുടങ്ങുവാൻ സാധിക്കുകയുള്ളൂ. കന്നുകാലി മേച്ചിൽപ്പുറങ്ങൾ സാധാരണയായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ഇവിടെ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ്. പഞ്ചായത്ത് അധികാരികളുടെ അനുവാദത്തോടെ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് കത്തിൽ പറയുന്നുണ്ടെങ്കിലും നടപടികൾ പൂർത്തിയായിട്ടാണോ അപേക്ഷ നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തമല്ല. ഈ ഭൂമി ഇപ്പോൾ കന്നുകാലി മേച്ചിലിന് ഉപയോഗിക്കുന്നില്ലെന്നും അവിടെ വർഷങ്ങളായി താമസിക്കുന്ന ഈ കുടുംബത്തിന് പട്ടയം നൽകുന്നതിനായി ഭൂമി റവന്യൂ വകുപ്പിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെന്നും കാണിച്ച് പഞ്ചായത്ത് കമ്മിറ്റി ഒരു പ്രമേയം പാസ്സാക്കണം. അതിനുള്ള അപേക്ഷ നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ വഴി പഞ്ചായത്ത് പ്രസിഡന്റിന് സമർപ്പിക്കേണ്ടതാണ്. അടുത്തായി തഹസിൽദാർക്ക് അപേക്ഷ നൽകുക എന്നാണ്. പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കിയ ഉടൻ താലൂക്ക് ഓഫീസുമായി ബന്ധപ്പെട്ട് തഹസിൽദാർക്ക് അപേക്ഷ സമർപ്പിക്കണം. തഹസിൽദാർ വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം വില്ലേജ് ഓഫീസർ അന്വേഷണത്തിൽ നിന്നും നിങ്ങൾ എത്ര കാലമായി അവിടെ താമസിക്കുന്നു, നിങ്ങൾക്ക് മറ്റു ഭൂമിയുണ്ടോ, വീടിന്റെ നികുതി അടയ്ക്കുന്നുണ്ടോ, ഈ പറയുന്ന നിങ്ങളുടെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയും സാമ്പത്തിക അവസ്ഥയും എന്നീ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് സമർപ്പിക്കും. കന്നുകാലി മേച്ചിൽപ്പുറം എന്നത് റവന്യൂ റെക്കോർഡുകൾ മാറ്റം വരുത്തുവാൻ ജില്ലാ കളക്ടറുടെയോ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ പ്രത്യേക അനുമതി ആവശ്യമാണ്. തഹസിൽദാർ ഈ ഫയൽ കളക്ടറേറ്റിലേക്ക് അയക്കും. ഇതാണ് ഇതിന്റെ നടപടിക്രമങ്ങൾ. കാര്യങ്ങൾ വേഗത്തിലാക്കാൻ സർക്കാരിന്റെ പല അദാലത്തുകളുണ്ട്. പരാതി പരിഹാര അദാലത്തുകളിൽ നേരിട്ട് പോയി അപേക്ഷ നൽകുക. മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഇത്തരം അപേക്ഷകൾക്ക് ഒരുപക്ഷെ പെട്ടെന്ന് പരിഹാരം ഉണ്ടായേക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ അമ്മയ്ക്ക് മറ്റു ഭൂമികളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഭൂമി പതിച്ചു കൊടുക്കൽ ചട്ടം കേരള ലാൻഡ് അസൈൻമെന്റ് റൂൾസ് പ്രകാരം സർക്കാർ ഭൂമി നൽകാൻ നിയമമുണ്ട്. കന്നുകാലി മേച്ചിൽപ്പുറം ആയതിനാൽ പഞ്ചായത്തിന്റെ സമ്മതവും കളക്ടറെ അനുമതിയുമാണ് ഇവിടെ പ്രധാനം. അടുത്ത പരാതി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവിൻ്റെതാണ്. പരാതി എന്തെന്ന് നോക്കാം. ഞാൻ 62 വയസ്സുള്ള വ്യക്തിയാണ്. എനിക്ക് സ്വന്തമായി 5 സെന്റ് സ്ഥലവും വീടുമുണ്ട്. അതിൽ ഞാനും ഭാര്യയും മക്കളും ഒരുമിച്ചാണ് താമസിക്കുന്നത്. എന്നാൽ വർഷങ്ങളായി ഭാര്യയിൽ നിന്നും മക്കളിൽ നിന്നും വളരെയധികം പീഡനങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്റെ മകന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഡ്രൈവറായി ജോലി ലഭിച്ചിട്ട് 5 വർഷത്തോളമായി. മറ്റൊരു മകൻ മതപണ്ഡിതനാണ്. കുറെ നാളുകളായി ഞാൻ ശാരീരികമായി അവശത അനുഭവിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ മക്കളിൽ നിന്നും യാതൊരുവിധ സാമ്പത്തിക സഹായവും വൈദ്യസഹായവും ലഭിക്കുന്നില്ല. 2025 ഡിസംബർ മാസത്തിൽ എന്റെ മകനിൽ നിന്നും യാതൊരുവിധ കാരണവുമില്ലാതെ മർദ്ദനം ഏൽക്കേണ്ടി വന്നു. എന്നാൽ ആ സമയത്ത് ആശുപത്രിയിൽ പോകുവാൻ സാധിച്ചില്ല. പിറ്റേ ദിവസം ആശുപത്രിയിൽ ചെന്ന് ഇക്കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പോലീസിൽ പരാതി കൊടുക്കുവാനാണ് പറഞ്ഞത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും അതനുസരിച്ച് മക്കളെയും ഭാര്യയെയും വിളിക്കുകയും ചെയ്തു. തുടർന്ന് ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞത്. എന്നാൽ ഏകദേശം 3 മാസത്തോളമായി ഇക്കാര്യത്തെക്കുറിച്ച് പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ അന്വേഷണവും ഉണ്ടായിട്ടില്ല. എന്നെ ഉപദ്രവിച്ച മക്കൾക്കെതിരെ നടപടിയെടുക്കുവാൻ എനിക്ക് സാധിക്കുമോ? എന്റെ മക്കളിൽ നിന്നും ചിലവ് കിട്ടുന്നതിനും അല്ലെങ്കിൽ ഭാര്യയും മക്കളും എന്റെ വീട്ടിൽ നിന്നും മാറി തരുന്നതിനും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്? ഈ കത്തിൽ ചോദിച്ചിരിക്കുന്ന കാര്യത്തിന് മറുപടി നൽകുന്നു ഹൈക്കോടതി അഭിഭാഷകൻ MH ഹനീസ് മനക്കൽ. പരാതി കൊണ്ട് കാണുന്നത് താങ്കളെ ഉപദ്രവിച്ചുവെന്നും താങ്കൾക്ക് ആ വീട്ടിൽ നിന്ന് മക്കളെ മാറ്റണമെന്നും
നിത്യജീവിത ചെലവുകൾക്കായി മക്കളാരും സംരക്ഷിക്കുന്നില്ല എന്നൊക്കെയാണ് കാണുന്നത്. കൂടാതെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് നീതി ലഭിച്ചില്ല എന്നുമാണ് പരാതി കൊണ്ട് കാണുന്നത്. നമുക്ക് മറുപടിയായി പറയാനുള്ളത്, ആദ്യത്തെ മറുപടി, പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ വ്യക്തമായി ഒരു പരാതി കൊടുത്തിട്ട് നിങ്ങൾക്ക് ആയത് സംബന്ധിച്ച് യാതൊരു അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് പരാതി ഉണ്ടെങ്കിൽ അത് വ്യക്തമായി വിശദീകരിച്ച് ആ പരാതിയുടെ പകർപ്പ് ഉൾപ്പെടെ വെച്ച് മുഖ്യമന്ത്രിക്ക് ഒരു വിശദമായ പരാതി കൊടുക്കുമ്പോൾ ആ പരാതിയിൽ നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത് മകൻ പോലീസ് സേനയിൽ ജോലി ഉള്ളത് കൊണ്ട്, ഉദ്യോഗസ്ഥനായതുകൊണ്ട് നിങ്ങൾക്ക് യഥാവിധി പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് വ്യക്തമായി കാണിച്ചുകൊണ്ട് ഏത് പോലീസ് സ്റ്റേഷനാണോ ആ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറെ കൂടി എതിർകക്ഷിയാക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമായി പോലീസ് സേനയിൽ ജോലിയുള്ള ആളുമായി ബന്ധപ്പെട്ടിട്ടാണ് എനിക്ക് നീതി ലഭിക്കാത്തതെന്നുള്ള കാരണവും കൂടി വിശദീകരിച്ചാൽ മുഖ്യമന്ത്രി സത്യസന്ധമായി അന്വേഷിക്കുന്ന ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി ഈ കാര്യം വിശദമായി അന്വേഷിക്കാൻ ഉത്തരവിടും എന്നുള്ള കാര്യം അതിൽ നിന്ന് വ്യക്തമാണ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയും മക്കളെയും ഒഴിവാക്കി കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളത് അത് 100% നിങ്ങൾക്ക് അനുകൂലമായി വരാൻ സാധ്യത കുറവാണ്. കാര്യം അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് മാത്രമേ, അവരുടെ കൂട്ടവകാശപ്പെട്ട ഭൂമിയാണ്, നിങ്ങളുടെ ഉടമയിലാണെങ്കിൽ പോലും അവർ നാളിതുവരെയുള്ള കൂട്ടവകാശത്തിൽപ്പെട്ട ഭൂമി ആയതുകൊണ്ട് അവരെ അവിടെ നിന്ന് ഇറക്കുക എന്നുള്ളത് അത്ര എളുപ്പം സാധ്യമല്ല. എന്നിരുന്നാലും ആയതിന് നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതിലോട്ട് വേണ്ടി നിങ്ങൾ താമസിക്കുന്ന ജില്ലയിലെ RDO കോടതിയിൽ മുതിർന്ന പൗരന്മാരെയും മാതാപിതാക്കളെയും സംരക്ഷിക്കുന്ന ഒരു നിയമം 2007 വന്നിട്ടുള്ളത് കൊണ്ട് ആ നിയമപ്രകാരം അതിന്റെ അധികാരി, അതിന്റെ ട്രൈബ്യൂണലായി പ്രവർത്തിക്കുന്നത് RDO ആണ്. RDOക്ക് നിങ്ങൾ ഒരു വെള്ള പേപ്പറിൽ അപേക്ഷ എഴുതി നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളും ഏതെല്ലാം രീതിയിൽ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണോ അവരെ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് മാറ്റണം എന്ന് നിങ്ങൾ പറയുന്നു എന്ന് വ്യക്തമാക്കി ബോധിപ്പിച്ചുകൊണ്ട്, അതിൽ നിങ്ങളുടെ മക്കൾ അവിടെ നിന്ന് മാറണമെന്ന് പറയുമ്പോൾ അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് സാമ്പത്തിക സ്രോതസ് ഉണ്ടെന്നും മനഃപൂർവ്വം എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാണ് എന്റെ കൂടെ തന്നെ താമസിക്കുന്നത് എന്ന് പറഞ്ഞ് വ്യക്തമാക്കിക്കൊണ്ട് അവരുടെ സാമ്പത്തിക സ്രോതസ്സും കൂടി വ്യക്തമാക്കിക്കൊണ്ട് നിങ്ങളൊരു പരാതി കൊടുത്താൽ RDOയുടെ അവിടെ നിങ്ങളെ വിളിച്ച് ഒരു കൗൺസിലിംഗ് തന്ന് അതിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടാണെങ്കിൽ അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളെ സംരക്ഷിക്കുന്നില്ല എന്ന് പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വരുമാനവും ഇല്ല, നിങ്ങൾക്ക് സ്വന്തമായി സംരക്ഷിക്കാൻ യാതൊരു നിലപാടും ഇല്ല, അല്ലെങ്കിൽ വരുമാനവും ഇല്ല എങ്കിൽ അത് നിങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യത നിങ്ങളുടെ മക്കൾക്ക് തീർച്ചയായിട്ടും ഉണ്ട്. മക്കളുടെ വരുമാനത്തിനനുസരിച്ച് അവർ ജീവിക്കുന്ന നിലവാരത്തിനനുസരിച്ച് നിങ്ങൾക്ക് തുല്യമായ തുക ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ അതേ RDOക്ക് തന്നെ അതും നിങ്ങളുടെ ആവശ്യമായി കാണിച്ചുകൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവനാംശമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതകാലം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു തുക ഉൾപ്പെടെ തരാൻ നിങ്ങൾക്ക് RDO ഉത്തരവിടുന്നതായിരിക്കും. അതിനെതിരെ നിങ്ങൾക്ക് ആക്ഷേപം ഉണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ ആ ഉത്തരവ് നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ നിങ്ങൾ യഥാവിധി ആ ഉത്തരവിൽ കൊണ്ട് തൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്ക് ജില്ലാ കളക്ടർക്ക് അപ്പീലും കൊടുക്കാവുന്നതാണ്. അതിന് മുകളിൽ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കാവുന്നതാണ്. ആദ്യം നിങ്ങൾ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് നിങ്ങൾക്ക് നീതി ലഭിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട് താമസിക്കുന്ന അടുത്തുള്ള മജിസ്ട്രേറ്റ് കോടതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മക്കളെ ഉൾപ്പെടെ ആരെല്ലാം നിങ്ങളെ ഉപദ്രവിച്ചുവോ, നിങ്ങൾ ശാരീരികവും മാനസികമായി ഉപദ്രവങ്ങൾ നേരിട്ടോ അതിന് BNS നിയമപ്രകാരം നിങ്ങൾക്ക് അവിടെ ഒരു ഹർജി ബോധിപ്പിച്ച് അത് പോലീസിനോട് അന്വേഷിക്കാനോ കോടതി നേരിട്ട് യുക്തമായ തീരുമാനം എടുക്കാനുള്ള അധികാരമുണ്ട്. ഈ 3 സംരക്ഷണമാണ് നിങ്ങൾക്കുള്ളത്. മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള ട്രൈബ്യൂണൽ ഉള്ളത് കൊണ്ട് അവിടെ നിങ്ങൾക്ക് ഗൗരവകരമായി എല്ലാ കാര്യങ്ങളും ഉന്നയിക്കാവുന്നതാണ്. ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ സമീപിക്കാവുന്നതാണ്. പോലീസ് സ്റ്റേഷനിൽ നീതി ലഭിച്ചില്ലെങ്കിലാണ് മാത്രമാണ് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് കോടതിയിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ ഉന്നത അധികാരികൾക്കോ കൊടുക്കേണ്ടത്. അടുത്ത പരാതി അങ്കമാലിയിൽ നിന്ന് ജോസ്മി ജോയിയുടേതാണ്. പരാതി നോക്കാം. ഞാൻ 18 വയസ്സുള്ള +2 വിദ്യാർത്ഥിനിയാണ്. അങ്കമാലി മുനിസിപ്പാലിറ്റിയുടെ പരിധിയിലാണ് ഞാൻ താമസിക്കുന്നത്. 2-3 സെന്റ് സ്ഥലമുള്ള ആളുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിത സൗകര്യം വളരെ പരിമിതമാണ്. ഞങ്ങളുടെ ബന്ധുവും അയൽവാസിയുമായ ഒരു കുടുംബം പാചകം ചെയ്യുന്നത് ഒരു തുറന്ന ഷെഡിലാണ്. അവർക്ക് വീടിന്റെ അകത്ത് പുകയെടുപ്പുണ്ട്. എന്നാലും അവർ പുറത്താണ് പാകം ചെയ്യുന്നത്. ആ വീട്ടിൽ 8 അംഗങ്ങളാണുള്ളത്. അടുപ്പിൽ കത്തിക്കുന്ന വിറകിന്റെ പുക എന്റെ വീട്ടിലോട്ടാണ് വരുന്നത്. മുൻവശത്തും പിൻവശത്തുമാണ് കൂടുതൽ പുക വരുന്നത്. മണവും രൂക്ഷമാണ്. ഞങ്ങളുടെ ചെറിയ വീടാണ്. അതുകൊണ്ട് തന്നെ തുറന്നിട്ടാൽ മാത്രമേ വെളിച്ചം അകത്തേക്ക് കയറുകയുള്ളൂ. പുകയും അതിന്റെ മണവും കാരണം ശുദ്ധവായു വീടിനകത്തേക്ക് കയറുന്നില്ല. മുറിയടച്ചിട്ടാണ് ഞാൻ പഠിക്കുന്നത്. സിറ്റ് ഔട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ. ഞാൻ അലർജിയുടെ അസുഖം മൂലം മരുന്ന് കഴിക്കുന്ന ഒരാളും കൂടിയാണ്. ഇക്കാര്യങ്ങളെല്ലാം കാണിച്ച് കൗൺസിലറോടും റെസിഡൻസ് അസോസിയേഷനോടും അങ്കമാലി പോലീസ് സ്റ്റേഷനിലുമെല്ലാം പരാതി കൊടുത്തിരുന്നു.
തുടർന്ന് അവർ വന്ന് പരിശോധിക്കുകയും ഇക്കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുകയും ചെയ്തതാണ്. 2025 ജൂലൈ മാസത്തിൽ അങ്കമാലി നഗരസഭയിൽ ഞാൻ പരാതി കൊടുത്തിരുന്നു. അവിടെ നിന്ന് ആളുകൾ വന്ന് പരിശോധിക്കുകയും ഹിയറിംഗിന് വിളിപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ എതിർകക്ഷി പറയുന്നത് അവർ ഇത്തരത്തിൽ തീ കത്തിക്കുമെന്ന് തന്നെയാണ്. ഒരു തരത്തിലും അവർ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. ആയതിനാൽ ഇനി ഇതിനെതിരെ വേറെ എവിടെയെങ്കിലും പരാതി കൊടുക്കുവാൻ സാധിക്കുമോ? ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഇനി എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് പറയുന്നു ഹൈക്കോടതി അഭിഭാഷകൻ VC രാജേഷ്. ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ഒരു വ്യക്തിയുടെ സുരക്ഷിതത്വത്തിനോ ജീവനോ ഹാനി വരുത്തുകയോ അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കാനോ ആർക്കും അധികാരമില്ല. ഇവിടെ ചോദ്യകർത്താവ് മുനിസിപ്പാലിറ്റിയിലും പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ട് നടപടിയായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ക്രിമിനൽ കുറ്റവും അതുപോലെ തന്നെ സിവിൽ നടപടിക്രമവും അനുസരിച്ചും തെറ്റുമാണ്. അതുകൊണ്ട് തന്നെ പോലീസിൽ കൊടുത്തിട്ട് നടപടിയായില്ല എങ്കിൽ അതിന്റെ തൊട്ടടുത്ത മേലധികാരികൾ, ഇപ്പോൾ കമ്മീഷണർക്കാണെങ്കിൽ കമ്മീഷണർക്കോ അല്ലെങ്കിൽ പോലീസ് സൂപ്രണ്ടിനോ പരാതി കൊടുക്കുക. അതോടൊപ്പം എത്രയും പെട്ടെന്ന് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് ഈ കുറ്റകൃത്യം ചെയ്യുന്ന വ്യക്തിയെ ഈ കൃത്യത്തിൽ നിന്ന് തടയാൻ ഒരു ഇൻജങ്ഷൻ ഓർഡറും വാങ്ങിക്കാൻ കഴിയുന്നതാണ്. അത്തരത്തിൽ കോടതിയെ ഇത് ബോധ്യപ്പെടുത്തി കോടതിയിൽ നിന്നും ഒരു ഇൻജങ്ഷൻ ഓർഡർ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പ്രവൃത്തികൾ നിർത്തലാക്കുവാൻ ഈ വ്യക്തി നിർബന്ധിതനാവും. ഇൻജങ്ഷൻ ഓർഡർ കോടതി പുറപ്പെടുവിച്ചിട്ടും അത് ലംഘിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ജയിൽ ശിക്ഷ അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് സിവിൽ നടപടിക്രമം അനുസരിച്ചും ക്രിമിനൽ കുറ്റം ആയി നിലനിൽക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ മേലധികാരിക്കും സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ സിവിൽ കോടതിക്കും പരാതി കൊടുത്തുകൊണ്ട് ഈ വിഷയം തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നതാണ്. മറ്റൊന്നുകൂടി, ഇവിടെ ഒരു പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് എന്നാണ് മനസ്സിലാവുന്നത്. അതിന് കേസ് നടത്താനുള്ള സാമ്പത്തിക ശേഷിയില്ല എങ്കിൽ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ നിയമ സേവന അതോറിറ്റിയെ സമീപിച്ച് അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സൗജന്യ നിയമസഹായവും ലഭ്യമാക്കാൻ കഴിയുന്നതാണ്. ഇനി റോഡ് സേഫ്റ്റി നിയമങ്ങളിൽ 2019 വന്ന ഭേദഗതികളെക്കുറിച്ച് എറണാകുളം റീജിയണൽ ട്രാൻസ്പോർട്ട് എൻഫോഴ്സ്മെന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിനോദ് കുമാർ സംസാരിക്കുന്നു. 2019 പുതിയ മോട്ടോർ വാഹന നിയമത്തിലെ ഭേദഗതി പ്രസക്തമായ കുറെ കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം തന്നെ നമ്മളെടുത്താൽ വാഹന നിയമം തെറ്റിക്കുന്ന ആളുകൾക്കുള്ള പിഴയാണ് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന 100 രൂപ ഫൈൻ അത് 500 രൂപയാക്കി മാറ്റുകയാണ് ഏറ്റവും പ്രാധാന്യമായിട്ട് ആ നിയമത്തിൽ വന്നൊരു ഭേദഗതി. അതായത് ഹെൽമെറ്റ് ഇല്ലാത്ത യാത്ര ചെയ്യുന്ന ഒരാൾക്ക് നേരത്തെ 100 രൂപ ഫൈൻ ഉണ്ടായിരുന്നത് അത് 500 രൂപയാക്കി വർദ്ധിപ്പിച്ചു. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് 100 രൂപ ഫൈൻ ഉണ്ടായിരുന്നത് അതും 500 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. അതുപോലെ ലൈസൻസ് ഇല്ലാതെ ഒരാൾ വാഹനം ഓടിച്ചതിന് മാക്സിമം 1500 രൂപ ഉണ്ടായിരുന്ന പിഴ അത് നേരെ 10,000 രൂപയാക്കി മാറ്റുകയാണ് ചെയ്തത്. അതായത് ലൈസൻസ് ഇല്ലാത്ത ഒരാള് മറ്റൊരാളുടെ വാഹനം ഓടിച്ചാൽ വാഹനം കൊടുത്ത ഉടമസ്ഥന് ഒരു 5,000 രൂപ ഫൈൻ എന്നുള്ള രീതിയിലും ഓടിച്ച ആൾക്ക് ഒരു 5,000 രൂപ എന്നുള്ള രീതിയിൽ അങ്ങനെ 10,000 രൂപയാണ് പുതിയ ഫൈൻ റേറ്റ് വരുന്നത് തന്നെ. ഇങ്ങനെ ഈ ഫൈൻ കൂട്ടിയതിന്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ അപകടങ്ങൾ കുറയ്ക്കുക, നിയമലംഘനം തടയുക എന്നുള്ള ഉദ്ദേശമായിരുന്നു പ്രാധാന്യം. അമിതഭാരത്തിന് ഒരു ചരക്ക് വാഹനം പിടിക്കപ്പെടുകയാണെങ്കിൽ ആ വാഹനത്തിന്റെ അമിതഭാരത്തിന് ഫസ്റ്റ് ഡിറ്റക്ഷന് തന്നെ 10,000 രൂപയും പിന്നെ അധികമുള്ള ഓരോ ടണ്ണിനും 1,500 രൂപ വെച്ചിട്ടും അധിക ഫൈൻ ഈടാക്കാനാണ് പുതിയ ഭേദഗതിയിൽ വന്നിരിക്കുന്നത്. അതുപോലെ ചരക്ക് വാഹനങ്ങളിലെല്ലാം വലിയ തടികളൊക്കെ കൊണ്ടുപോകുന്ന നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തടികളൊക്കെ ഒരുപാട് പുറകോട്ട് തള്ളി നിൽക്കുന്ന രീതിയിൽ പ്രൊജക്ഷൻ ലോഡ് എന്നുള്ള രീതിയിൽ ഒരൊറ്റ സിംഗിൾ ഫൈനായിട്ട് തന്നെ വന്നിരിക്കുന്ന 20,000 രൂപയാണ്. ഓവർലോഡിന് പുറമെ ഈ പ്രൊജക്ഷൻ ലോഡിന് മാത്രം 20,000 രൂപയോളം പുതിയ ഭേദഗതിയിൽ ഫൈൻ എമൗണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ പ്രായപൂർത്തിയാകാത്ത, അതായത് 18 വയസ്സ് തികയാത്ത ഒരു കുട്ടി വാഹനം ഓടിച്ച് പിടിക്കപ്പെടുകയാണെങ്കിൽ അതിനും ഉള്ള പിഴ ഭയങ്കര വലുതാണ് വരുന്നത്. വാഹനം ലൈസൻസ് ഇല്ലാതെ ഓടിച്ചതിനുള്ള ഒരു 10,000 രൂപ പിഴ കൂടാതെ രക്ഷിതാവിനോ അല്ലെങ്കിൽ ഉടമയ്ക്കോ 25,000 രൂപ പിഴയും, രക്ഷിതാവിനോ വാഹന ഉടമയ്ക്കോ 1 വർഷം വരെ തടവും, വാഹന രജിസ്ട്രേഷൻ 1 വർഷത്തേക്ക് റദ്ദാക്കാനുള്ള നടപടി, പിന്നെ പ്രായമാവാത്ത ആ കുട്ടിക്ക് 25 വയസ്സ് വരെ ഇന്ത്യയിൽ എവിടെ നിന്നും ലേണേഴ്സ് ലൈസൻസിന് അപേക്ഷിക്കാനുള്ളതിന് വിലക്ക്, പിന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള മറ്റു നടപടികൾ. ഇതൊക്കെയാണ് അതിന്റെ പുതിയ നിയമത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ. വാഹനാപകടത്തിൽ പരിക്കേറ്റ ഒരാളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആളുകൾക്ക് ഗുഡ് സമരിറ്റൻ നിയമപരമായ സംരക്ഷണം എന്നുള്ളത് പുതിയ ഭേദഗതിയിൽ വരുന്നൊരു കാര്യമാണ്. മോട്ടോർ വാഹന വകുപ്പിന്റെ പുതിയ നൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ക്യാമറകൾ വന്നത് ഒരു പുതിയ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ക്യാമറയിൽ പ്രധാനമായും ക്യാപ്ചർ ചെയ്യുന്ന ഒഫൻസുകൾ ഹെൽമെറ്റ് വയ്ക്കാതെ വാഹനം ഓടിക്കുന്നത്, സീറ്റ് ബെൽറ്റ് ഇടാതെ വാഹനം ഓടിക്കുന്നത്, ട്രിപ്പിൾ റൈഡിങ്, അങ്ങനെയുള്ള കുറച്ച് ഒഫൻസുകളാണെങ്കിലും അത് ഒരു പരിധിവരെ നമുക്ക് റോഡ് അപകടം കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അപകട മരണം കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
മോട്ടോർ വാഹന വകുപ്പിൽ 2019 ശേഷം വന്ന ഭേദഗതിയിൽ പുതിയ വെബ്സൈറ്റ്, അതായത് പരിവാഹൻ.gov.in എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ്, അത് കേരളത്തിൽ മാത്രമല്ല ഓൾ ഇന്ത്യയിൽ ഒരു സിംഗിൾ വെബ്സൈറ്റിലായിട്ട് വാഹനത്തിന്റെ ഡേറ്റ, ലൈസൻസിന്റെ ഡേറ്റ എല്ലാം അവൈലബിൾ ആവുന്ന ഒരു സിസ്റ്റം, അതൊരു പുതിയ കാര്യമാണ്. അതുപോലെ തന്നെ ഈ ഒഫൻസുകൾ പിടിക്കപ്പെടുമ്പോൾ, കേസുകളിലൊക്കെ ചാർജ് ഷീറ്റ് കൊടുക്കുന്ന സമയത്ത് ഒഫൻസുകൾ റെക്കോർഡ് ചെയ്യപ്പെടുമ്പോൾ ഈ വണ്ടികളിൽ ഉണ്ടായ ഒഫൻസുകൾ അത് ഏത് സ്റ്റേറ്റിലുള്ള ഓഫീസേഴ്സിനും വ്യക്തമായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലും, ലൈസൻസിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ അതും ഏത് സ്റ്റേറ്റിലുള്ള ആളുകൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലും മാറിയതും, മൊബൈൽ ആപ്ലിക്കേഷന്റെ ഉപയോഗം ഒക്കെ വന്നതുമെല്ലാം, ഈ ചെല്ലാൻ എന്ന് പറയുന്ന ഒരു പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ വന്നതെല്ലാം ഈ പുതിയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് വന്ന കാര്യങ്ങളിൽ പെടുന്നതാണ്. പണ്ടൊക്കെ ഒരു ട്രാഫിക് ഒഫൻസ് മാനുവലി എടുത്ത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഹെൽമെറ്റ് ഇല്ലാത്ത കേസ് തന്നെ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ സമയം പോയിക്കൊണ്ടിരുന്ന സ്ഥാനത്ത് ഈ ചെല്ലാൻ എന്ന് പറയുന്ന പുതിയ മൊബൈൽ ആപ്പിന്റെ സഹായത്തോടു കൂടിയുള്ള ചെല്ലാൻ സംവിധാനം വന്നതോടുകൂടി ഏതാണ്ട് ഒരു മിനിറ്റിൽ തന്നെ ഒരു കേസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എല്ലാ ഓഫീസേഴ്സിനും സാധിക്കുന്നുണ്ട്. അത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും ഈ ചെല്ലാൻ പോസ് മെഷീൻസ് വഴി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫൈൻ അടയ്ക്കാനുള്ള ഓപ്ഷൻ വളരെ സിമ്പിളായി, ക്യാഷ് പേയ്മെന്റ് ഇല്ലാത്ത രീതിയിൽ UPA വഴിയോ അല്ലെങ്കിൽ മറ്റുള്ള ട്രാൻസാക്ഷൻ, ഓൺലൈൻ ട്രാൻസാക്ഷനിലൂടെ ക്യാഷുകൾ പേയ്മെന്റ് നടത്താവുന്ന രീതിയിലേക്ക് കൂടി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ ഭേദഗതിയിലുള്ള വലിയൊരു മാറ്റം. അതുപോലെ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പ്ലേറ്റ് HSRP എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലേക്ക്, ഹൈ സെക്യൂരിറ്റി രജിസ്ട്രേഷൻ പ്ലേറ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ആക്കുകയും അത് ഡീലർഷിപ്പിൽ നിന്ന് ഡീലർ തന്നെ അവരവരുടെ വെണ്ടർമാർ വഴി അത് പർച്ചേസ് ചെയ്ത് അത് ഫിറ്റ് ചെയ്ത് കൊടുക്കണം കസ്റ്റമേഴ്സിന്. അത് നമ്പർ പ്ലേറ്റ് വച്ചിട്ട് മാത്രമേ കൊടുക്കാവൂ എന്നുള്ളൊരു നിയമം പ്രാബല്യത്തിൽ വന്നതും ഈ 2019 ശേഷമാണ്. പക്ഷെ ആ നിയമം ഇപ്പോ പഴയ വാഹനങ്ങളാണെങ്കിലും അതിനും നമ്പർ പ്ലേറ്റ് HSRPയിലേക്ക് മാറ്റാനായിട്ട് ബഹുമാനപ്പെട്ട കോടതി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം R. ഉണ്ണികൃഷ്ണൻ. സഹായം നീതി MS. അവതരണം ആകാശവാണി കൊച്ചി FM 102.3. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.